ഇന്നലെ നമ്മൾ നേരോടെ നിർഭയം എന്ന് ചിന്തിച്ചല്ലോ. അതിൽ തന്നെ ഒന്നുകൂടെ നമുക്കൊന്ന് ധ്യാനിക്കാം. ശരിക്കും ഒരു നിർഭയ ജീവിതം സാധ്യമാണോ? ചോദ്യം ചോദിക്കട്ടെ. ഒരിക്കൽ പോലും പേടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടോ? ഏതോ ഒരു ക്രിസ്തീയ വനിതയെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും ഭയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ സഹോദരി പറഞ്ഞു, ഭയം എന്നാന്ന് എനിക്ക് അറിയില്ലെന്നു. അത് ഭയങ്കര ഒരു വാക്കായിട്ട് എനിക്ക് തോന്നി. ഒരു നേരാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ആയിരിക്കും. ഒരു ധീരവനിതയാണ്. ഭയം എന്നാന്ന് അറിയാത്ത ആളുകളെ എനിക്കറിയാം. 2 വയസ്സ് വരെ പ്രായമുള്ളവർ, ഒന്നും അറിയില്ല. എൻ്റെ മോനെ 7 വയസ്സ് 8 വയസ്സുള്ളപ്പോഴും ഭയം എന്നാന്നറിയൂ. കാരണം ഞാൻ ഒത്തിരി പ്രൊട്ടക്ഷൻ കൊടുത്തത് കൊണ്ടാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. എപ്പോഴും എൻ്റെ കണ്ണ് ഇവരുടെ മേലുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് പേടിയെന്തെന്നറിയില്ല. പിന്നീട് എൻ്റെ കൊച്ചുമക്കളൊക്കെ വന്നപ്പോഴും പേടിയില്ല. അവർക്ക് ബസ് വന്നാലും കാറ് വന്നാലും നായ വന്നാലും പാമ്പ് വന്നാലും തീ വന്നാലും വെള്ളം ഒരു പേടിയില്ല. ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ മൂത്ത പേരക്കുട്ടി എൻ്റെ കൂടെ നടക്കാൻ വരും. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ പുഴയല്ല, മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുകുന്ന ഒരു തോട്. പുള്ളി അങ്ങ് ഇറങ്ങി പോവുക. ഞാൻ ഇറങ്ങുകയല്ല, എനിക്ക് മടിയാ, അതിനകത്ത് എന്നാന്നറിയില്ല. പുള്ളി പറയുന്നത് അപ്പച്ച് പേടിക്കണ്ടത്. വാസ്തവത്തിൽ അവന് പേടി എന്താണെന്ന് അറിയാത്തോണ്ടല്ല. അതിനകത്ത് പാമ്പുണ്ടോ കുപ്പിച്ചില്ലുണ്ടോ. അപ്പോ വെളിവില്ലെങ്കിൽ ഭയമില്ലാതിരിക്കും. അറിവ് കൂടുന്നൊരു ഭയം കൂടുക. ലോകത്തിൽ ഏറ്റവും അറിവ് കൂടുതലുള്ള മനുഷ്യർ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചു. അവർക്ക് ഏറ്റവും ഭയം. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് പൊതുവെ പറയുന്നത് മോശമല്ലേ? വലിയ വൻപൻ ടീമെന്ന് നമ്മൾ വിചാരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് എന്നാ ഭയാന്നറിയോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനെടുത്ത 10 പ്രാവശ്യം ചോദിക്കും, ഇത് ടെസ്റ്റ് ചെയ്തതാണോ, ഇത് എവിടുന്ന് എടുത്തതാണ്. നമ്മളിവിടെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി കുടിക്കാമെന്ന് ഓർത്തിരിക്കും. എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ടീമുകൾ വന്നപ്പോൾ ഞാൻ ബീഫ് കറി കൊടുത്തു. ഇത് ഡോക്ടറെ കാണിച്ചതാണോ ഈ ബീഫിനെ? ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളെ പോലും ഡോക്ടറെ കാണിക്കാൻ നേരം കിട്ടുന്നില്ല. അന്നേരം ഇനി ബീഫിനെ കാണിക്കും, വേണേ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്നേഹമുള്ളതുകൊണ്ടാകരെ പറഞ്ഞത്. അപ്പൊ ഇവർക്ക് പേടിയാ. അറിവ് കൂടുന്നൊരു പേടി കൂടുക. എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഇച്ചിരൂടി അറിവ് കൂടിയാൽ ഭയം കുറയും. അതാണ് വായിക്കാൻ പോണത്. ലൂക്കോസ് 12:4. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ശരീരത്തെ കൊന്നിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. എന്ന് പറഞ്ഞാൽ മനുഷ്യർ നിങ്ങളോട് ചെയ്യാൻ പോകുന്ന മാക്സിമം എന്നാണെന്നറിയോ? കൊല്ലുക. യേശു പറയുന്നു അതിൻ്റെ പേര് കൊല്ലുക എന്നല്ല, ദേഹത്തെ കൊല്ലുക. ഓ, എന്നാ ഒരു വേദശാസ്ത്ര അല്ലേ! തല അടിച്ച് പൊട്ടിക്കുകയോ കഴുത്ത് വെട്ടി മാറ്റുകയോ ചെയ്യുമ്പോൾ യേശു മാറുമെന്ന് പറയാ. ദേഹത്തെ അകൊന്നത്, ആത്മാവകത്തുണ്ട്. തൊട്ടാൻ പറ്റുകയില്ല. തല വെട്ടി മാറ്റിയിടുമ്പോൾ യേശു പറയുന്നതിനറിയോ? ശരീരത്തെ കൊന്നിട്ടുള്ളൂ, ആത്മാവിനെ തൊട്ടാൻ പറ്റില്ല. അഗ്നിക്കകത്തൊരാളെ ഇട്ടാൽ ശരീരത്തെ കൊല്ലാൻ പറ്റുള്ളൂ, ആത്മാവിനെ തൊടാൻ പറ്റിയല്ല. ഇതൊന്നും മനസ്സിലായ പിന്നെ ഭയമുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ ധീരനല്ല. പക്ഷെ ഈ വചനം എന്നെ അസാധാരണമായിട്ട് ധൈര്യം തരുന്നു. ഇംഗ്ലീഷ് വായിക്കട്ടെ. മൈ ഫ്രണ്ട്സ്, ലിസൺ ടു മീ. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദോസ് ഹു kill the body, but can do any more than that. ശരീരത്തെ കൊന്നിട്ട് പിന്നെ ആ ഭാഗത്തൊന്നും അവർക്ക് ചെയ്യാനില്ല. പിന്നെ വീണ്ടും തല്ലുകയോ വെട്ടി നുറുക്കുകയോ എന്നെ ചെയ്താലും ഒന്നുമില്ല. കാരണം എന്താ? സ്പിരിറ്റ് പോയി കഴിഞ്ഞു. സ്പിരിറ്റിനെ നിങ്ങളുടെ കത്തിക്ക് തൊടാൻ പറ്റില്ല, നിങ്ങളുടെ തോക്കിന് തൊടാൻ പറ്റില്ല. ഓ, അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഉണ്ടെന്നേ.
ഇനി അടുത്ത വാക്യം, ആരെ പേടിക്കണമെന്ന് പറയട്ടെ. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ. അതാരാ? സൃഷ്ടാവായ ദൈവം. ഇംഗ്ലീഷിൽ വായിക്കട്ടെ. ഐ വിൽ ഷോ യു whom you should be afraid of. ആരെ പേടിക്കണ്ടെന്ന് ഞാൻ കാണിക്കാം. Be afraid of the one who has the authority to throw you into hell after you have been killed. നീ കൊല്ലപ്പെട്ട ശേഷം 60 വയസ്സിലോ 90 വയസ്സിലോ കൊല്ലപ്പെട്ട ശേഷം നിന്റെ ആത്മാവിനെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള ഒരുവനുണ്ട്, അവനെയാണ് പേടിക്കുന്നത്. ഇതാണ് ക്രിസ്ത്യാനികളെ രക്തസാക്ഷികളാകാൻ പ്രേരിപ്പിച്ചത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, ഇന്ത്യയിൽ തന്നെ മിഷണറിയെ ഉപദ്രവിക്കുന്നത്. എനിക്കത് ഒന്ന് കണ്ടിട്ട് പിന്നെ കാണാൻ പറ്റിയില്ല. വാസ്തവത്തിൽ ആ സോഷ്യൽ മീഡിയ മതി കേസെടുക്കാൻ. കാരണം ഒരു മൃഗത്തെ ഉപദ്രവിച്ച കേസെടുക്കുമല്ലോ. ഒരു നായെ കാറിന്റെ പുറകിൽ കെട്ടി വലിച്ചുകൊണ്ട് പോയി, അയാളുടെ പേര് കേസെടുത്തല്ലോ. അങ്ങനെയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയയുടെ ഉറവിടം കണ്ടുപിടിക്കാൻ മേലെ. ഒരു മനുഷ്യനെ 3 പേര് നിന്ന് വടികൊണ്ടടിക്കുന്നതായിട്ട് വീഡിയോ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ടും എന്തേ മിഷണറിമാർ തോറ്റുപോകാത്ത? ഇന്ന് വരെ മിഷണറിമാർ ആരെയും തല്ലിയിട്ടുണ്ടോ? എന്താ കാര്യം? ഞങ്ങൾക്കൊന്നറിയാം, ദേഹത്തെ കൊല്ലാനേ നിങ്ങൾക്ക് പറ്റൂ. നിങ്ങൾക്കതേ പറ്റൂ. ആത്മാവിനെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ മർമ്മം അകത്ത് കയറിയാൽ ഭയം പുറത്തു പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.